ജൻസിയോട് ഇത്തരമൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. വെറും ചതിയല്ല, കൊടും ചതിയാണ് വി.ഡി. സതീശൻ സർക്കാർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പൂക്കിയായി വി.ഡി. സതീശൻ നൽകിയ മറുപടിയുണ്ട്. അത് വലിയ ചർച്ചയായി മാറുകയും കേരളത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ വി.ഡി. സതീശൻ്റെ പുതിയ രൂപം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. അങ്ങനെയാണ് വി.ഡി. സതീശന് പൂക്കി വി.ഡി. സതീശൻ എന്ന പേരും പൂക്കി മുഖ്യമന്ത്രി എന്ന പേരും ഒക്കെ വരാൻ കാരണം. ജൻസിയുടെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന് വരുത്തുക, ഇതായിരുന്നു മാധ്യമങ്ങളുടെ ഒരു ശ്രമം. പക്ഷേ പൊളിഞ്ഞ് വീണിരിക്കുന്നു. ഇതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു. ജൻസി വി.ഡി. സതീശനെ വിശ്വസിച്ചു. കാരണം മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അങ്ങനെ വാഹനങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവർ റോഡിലൂടെ ഓടാൻ തുടങ്ങി. അപ്പോഴാണ് MVD രംഗത്തിറങ്ങിയത്, വാഹന പരിശോധന തുടങ്ങിയത്. വന്ന വാർത്ത അനുസരിച്ച് കഴിഞ്ഞ ഒരു മാസം 1 കോടി രൂപയാണ് വാഹനങ്ങളിൽ നിന്ന് പിഴ ഇനത്തിൽ ഈടാക്കിയത് സർക്കാർ. ചെറുപ്പക്കാർക്ക് ഇരുട്ടടി നൽകുകയാണ് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് മെയ് മാസത്തിൽ 1528 പേരിൽ നിന്നായി 87 ലക്ഷം രൂപയും ഈ മാസം ഇതുവരെ 450 പേരിൽ നിന്നായി 12 ലക്ഷം രൂപയും പിഴയിട്ടതായി വിവരാവകാശ നിയമപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് നൽകിയ മറുപടിയിൽ വ്യക്തമാകുന്നു. എന്ന് വെച്ചാൽ 2 മാസം, മെയ് മാസവും ജൂൺ മാസവും ചേർത്ത് 1 കോടി രൂപയാണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത്, പിഴ ഇനത്തിൽ ഈടാക്കിയത് മോട്ടോർ വാഹന വകുപ്പ്. അതെല്ലാം രൂപമാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു. വൻ മാറ്റം വാഹനങ്ങളിൽ വരുത്താൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് തീരുമാനമെടുക്കും എന്നായിരുന്നു ജൻസി പ്രതീക്ഷിച്ചത്. അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പിഴ ഇനത്തിൽ വലിയ തുക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജൻസികളിൽ നിന്നും. ജൻസികളെ ഇങ്ങനെ പറഞ്ഞ് വഞ്ചിക്കാതിരിക്കണമായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ പറയുന്നത്. വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരോട് ഇപ്പോൾ സംസാരിച്ചാൽ അപ്പോൾ തെറി മുഴുവൻ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിക്കാണ്. UDFിൻ്റെ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞ വാഗ്ദാനമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ് പ്രഖ്യാപിച്ചത്, കുട്ടികൾ, ചെറുപ്പക്കാർ വാഹനങ്ങളിൽ മാറ്റം വരുത്തിക്കോട്ടെ, മോഡിഫിക്കേഷനൊക്കെ നടത്തട്ടെ, അവരെങ്ങനെ ആഘോഷിച്ച് നടക്കട്ടെ, എല്ലാ സഹായവും നൽകും സംസ്ഥാന സർക്കാർ എന്ന്. അത് ഒരു ഇലക്ഷൻ പ്രചാരണം മാത്രമായിരുന്നു എന്ന് വിശ്വസിച്ചവർ വോട്ടെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നു. 1ാമത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. അപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകൻ. അപ്പോൾ റെഡി, നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാൻ എന്ന് ചിരിച്ച് ഒരു പ്രത്യേക രീതിയിൽ പൂക്കിയായി മറുപടി പറയുന്ന വി.ഡി. സതീശനെ നാം കണ്ടതാണ്. അതെല്ലാം വിശ്വസിച്ചാണ് ചെറുപ്പക്കാർ വാഹനങ്ങളിൽ അല്ലറച്ചില്ലറ മാറ്റമൊക്കെ വരുത്താൻ തുടങ്ങിയത്. അപ്പോഴാണ് MVD റോഡിലിറങ്ങി പിഴ ഈടാക്കാൻ തുടങ്ങിയത്. വി.ഡി. സതീശൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കും, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാണ്. മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. മോഡിഫിക്കേഷൻ വരുത്താം, കേന്ദ്ര നിയമമാണ്, സംസ്ഥാനത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല, നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരത്തെ അത് ട്രോളായി വന്നതാണ്. സീറ്റ് കവർ, എയർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ഇങ്ങനെ സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോഡിഫിക്കേഷൻസിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമത്തിൽ മാറ്റം വരുത്തണം. ഇതാണ് മോട്ടോർ വാഹന വകുപ്പ് കൊടുത്ത നിർദ്ദേശം. ഒന്നും നടക്കില്ല, അതാണ് ചുരുക്കം. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വെറും വാഗ്ദാനങ്ങളാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ ഇതൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ജൻസി തെരുവിലിറങ്ങേണ്ട. വാഹനങ്ങളിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ട് എങ്കിൽ വേഗം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതെല്ലാം മാറ്റിക്കോ. ഇല്ലെങ്കിൽ 2000-3000 രൂപയാണ് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ മാസം, ഒരു മാസമല്ല 1.5 മാസം കൊണ്ടാണ് 1.5 കോടി രൂപ പിരിച്ചെടുത്തത് എന്നോർക്കണം. അത് ഇനിയും തുടരും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ ജൻസി, ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച നിങ്ങൾക്കാണ് പണി കിട്ടിയത്. ഇനിയെങ്കിലും ഇത്തരം പൊള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക.